രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതി പരാതി കൊടുത്തതിന് പിന്നാലെ ഓഫീസ് പൂട്ടി രാഹുൽ മുങ്ങി. രാഹുലിനെതിരെ പ്രതിഷേധവും വ്യാപകം. ഒളിവിൽ പോകുന്നതിന് മുമ്പ് രാഹുൽ ഔദ്യോഗിക വാഹനത്തിൽ നിന്ന് സുഹൃത്തിന്റെ വാഹനത്തിലേക്ക് മാറി. പിന്നാലെ ഔദ്യോഗിക വാഹനം അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റി. അതേസമയം രാഹുലിനെതിരെ പരാതി നൽകി അതിജീവിയെ അധിക്ഷേപിച്ച് പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പൻ രംഗത്തെത്തി. ആ വാക്കുകളിലേക്ക്. ഇല്ല ഞാൻ പറഞ്ഞു ഒരു കാര്യം മനസ്സിലാക്കുക. ഇത് ഇന്നലെ വന്നാണോ മിനിഞ്ഞാന്ന് വന്നാണോ ഈ ആരോപണം? കേൾക്കട്ടെ, മിനിഞ്ഞാന്ന് വന്നാണോ? അല്ലല്ലോ ചേട്ടാ. ഇത് ആസങ്ങൾ അത് മാത്രമല്ല, ഒന്നും കൂടെ വേണ്ടത്. കേരള ഗവൺമെന്റ് ഒരു സമിതി വെച്ച് പരാതി അന്വേഷണം നടക്കായിരുന്നു. ആരെങ്കിലും പരാതി ഉണ്ടോ അല്ലേ? എന്തുകൊണ്ട് അന്ന് കേട്ട് ഈ പറയുന്നവർ ജീവിച്ചിരുന്നില്ലേ? കൊടുക്കണ്ടേ? അന്തസ്സായിട്ട് ഉണ്ട് എന്ന് പറഞ്ഞ അന്തസ്സായി പറയണ്ടേ? അവിടെയാണ് വേണ്ടത്. ഇത് ഈ സമയത്ത് നോക്കുമ്പോൾ അത് എനിക്കൊരു സംശയം. ഞാൻ ആ തള്ളിക്കളയുന്നില്ല, അത് ഗൗരവമായിട്ട് എടുക്കണം ആ പരാതി. പക്ഷെ പരാതി വന്ന സമയമാണ് ഞാൻ സംശയിച്ചത്. 6-7 മാസമായിട്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി സച്ചിൻ വള്ളിക്കാട് ചേരുന്നുണ്ട്. സച്ചിൻ, രാഹുലിനെതിരെ ഇത്രയും വലിയ ഒരു ആരോപണം നിലനിൽക്കുമ്പോൾ രാഹുലിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടെടുക്കുക കൂടാതെ അതിജീവിതയെ വലിയ രീതിയിൽ അധിക്ഷേപിക്കുന്ന ഒരു നിലപാടാണ് കോൺഗ്രസ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ DCC പ്രസിഡന്റ് തങ്കപ്പനാണ് അതിജീവിതയെ വലിയ രീതിയിൽ അധിക്ഷേപിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും അത് തന്നെയാണ്. കാരണം വലിയ രീതിയിലുള്ള അധിക്ഷേപമാണ് DCC പ്രസിഡന്റ് A തങ്കപ്പൻ്റെ ഭാഗത്തു നിന്നും അതിജീവിതയ്ക്ക് നേരെ ഉണ്ടായിട്ടുള്ളത്. പ്രധാനമായും ഇത്തരത്തിൽ ഒരു പരാതി ഇത്രയും മാസമായിട്ട് എന്തുകൊണ്ട് ഈ അതിജീവിത നൽകിയില്ല എന്ന രൂക്ഷമായ ഭാഷയിലാണ് DCC പ്രസിഡന്റ് A തങ്കപ്പൻ വിമർശനം ഉന്നയിച്ചത്. പരാതിക്ക് ഇപ്പോൾ ഇത്തരത്തിൽ പരാതി വരാൻ കൃത്യമായ രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്നു. അത് പ്രധാനമായും തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പരാതി അതിജീവിത നൽകിയിരിക്കുന്നത് എന്ന വിമർശനമാണ് DCC പ്രസിഡന്റ് A തങ്കപ്പൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. പെൺകുട്ടി ഇത്രയും കാലം എന്തേ ഒളിവിലായിരുന്നോ എന്ന ചോദ്യമടക്കം DCC പ്രസിഡന്റ് ചോദിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ വലിയ രീതിയിൽ അധിക്ഷേപിക്കുന്ന ഒരു പരാമർശം തന്നെയാണ് പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഇപ്പോൾ ഉയർന്നുണ്ട്. CPIMന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി അടക്കം പാലക്കാട് DCC പ്രസിഡന്റിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ സംസ്കാരമാണ് പാലക്കാട് DCC പ്രസിഡന്റിൻ്റെ വാക്കുകളിൽ നിന്നും വ്യക്തമായത് എന്നാണ് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞിട്ടുള്ളത്. വലിയ വിമർശനം തന്നെ പാലക്കാട്ടെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഇതോടുകൂടി ഉയരുകയാണ്. നേരത്തെ VK ശ്രീകണ്ഠൻ MP-യും പാലക്കാട് MLA ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. താങ്കളുടെ കയ്യിൽ ഇത്തരത്തിൽ ഫോറൻസിക് തെളിവുകളുണ്ടോ, അദ്ദേഹത്തിൻ്റെ ശബ്ദമാണെന്ന് തെളിയിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പാലക്കാട്ടെ MP-യും ഉന്നയിച്ചത്. അതിനാൽ തന്നെ പാലക്കാട്ടെ കോൺഗ്രസിലെ ഒരു വിഭാഗം, അതായത് DCC പ്രസിഡന്റ് A തങ്കപ്പൻ, അതേപോലെ തന്നെ VK ശ്രീകണ്ഠൻ MP അടക്കമുള്ള ആളുകളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിലിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു, അതിജീവിതയെ അധിക്ഷേപിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു. ഇത് വലിയ രീതിയിലുള്ള ഒരു വിമർശനത്തിന് ഇപ്പോൾ കാരണമായിരിക്കുകയാണ്. കാരണം അത്രയും ക്രൂരമായ കാര്യങ്ങൾ ചെയ്ത പാലക്കാട് MLA സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് DCCയുടെയും അതേപോലെ തന്നെ VK ശ്രീകണ്ഠൻ MP-യുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്.